ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് റിസൾട്ട് റിയാക്ഷൻ ഇടാഞ്ഞെന്നുള്ളൊരു വീഡിയോ ആണ്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, +1 റിസൾട്ട് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് +2 റിസൾട്ട് റിയാക്ഷൻ വീഡിയോ ഇടാഞ്ഞെന്ന്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റിസൾട്ട് വന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ ഇടാം റിസൾട്ട് റിയാക്ഷൻ എന്നുള്ള രീതിയിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ബാപ്റ്റിസം. അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന ടൈമിനായിരുന്നു റിസൾട്ട്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് റിസൾട്ട് നോക്കാന്നുള്ള രീതിയിൽ ഞാൻ നോക്കാണ്ടിങ്ങനെ വെച്ചാൽ എൻ്റെ ഓൾറെഡി എൻ്റെ ഫോണിൽ ഡാറ്റ ഉണ്ടായിരുന്നില്ല, ഞാൻ ഡാറ്റ പ്ലാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് മമ്മിയുടെ ഫോണിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എത്തിയപ്പോൾ ഭയങ്കര ടയേർഡായി. എന്നാലും ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് അത്ര പ്രസൻ്റ് ആകാൻ പറ്റില്ല, വേണ്ടേന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കണേ. അവസാനം ഞാൻ വീഡിയോ എടുക്കാണ്ടാണ് ഞാൻ നോക്കിയത്. റിസൾട്ട് റിയാക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ആദ്യമേ VHSലാണ് എൻ്റെ എല്ലാ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അടിച്ചു കൊടുത്തത്. ഞാൻ റിസൾട്ട് നോക്കുമ്പോൾ അതെന്ത് തേങ്ങ, ഓൾറെഡി ടയേർഡായിട്ട് കിളിയൊക്കെ പോയിരിക്കണം. അപ്പം പിന്നീടാണ് മനസ്സിലായത് VHSലാണ് നമ്മൾ അടിച്ചത്. പിന്നെയാണ് നമ്മൾ HSC അടിച്ചിട്ട് നമുക്ക് കിട്ടിയത്. ഓൾറെഡി കിട്ടിയത് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് +1 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഞാൻ ഇത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. +2 മാത്രം നോക്കണമെങ്കിൽ പെർസെൻറ്റേജ് ഒരു 81 ഒക്കെ വരുന്നുണ്ട്. +1 മാത്രം നോക്കണമെങ്കിൽ 75, 74. അത് മറ്റേ റിയാക്ഷൻ വീഡിയോയിലുണ്ട്. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് 79 അല്ലെങ്കിൽ 78 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മാത്സ് തന്നെയായിരുന്നു എല്ലാവർക്കും പേടി. അപ്പോൾ എനിക്കറിയാം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ മാർക്ക് എനിക്ക് മാത്സ് കിട്ടി. ഓൾമോസ്റ്റ് ഞാൻ പാസ്സാവുമെന്ന് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഒരു പാസ്സാവാനുള്ളത് പോലും എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മാത്സ് ആയിരുന്നപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും പേടിയുള്ള സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ +1 ഡബിൾ പാസ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ പാസ്സാകും എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ബട്ട് മാർക്ക് വന്നപ്പോൾ 20 മാർക്ക് സംഭവം അവർ കൂട്ടിയിട്ട് തന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇംഗ്ലീഷിന് എനിക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് സംഭവം മാത്രം എനിക്ക് ഒരു ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ഇതെന്താ സംഭവം, ഞാൻ ടെക്സ്റ്റ് പോലും എന്തോ ഒരു എക്സാമിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഇംഗ്ലീഷ്. എനിക്കറിയാം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഇതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അങ്ങനെ ആയിരുന്നത് കൊണ്ട് പിന്നെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ഞാൻ റീവാലുവേഷൻ കൊടുത്താലെന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എനിക്ക് 50 ഇംഗ്ലീഷിന് കിട്ടിയത് +2. അപ്പം അതിത്തിരി എനിക്ക് മേ ബി എൻ്റെ ഇംഗ്ലീഷ് കൊള്ളത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയതുകൊണ്ടായിരിക്കാം. പക്ഷെ കുറഞ്ഞിട്ടുണ്ട്. മേ ബി റീവാലുവേഷന് കൊടുത്തേക്കാം, പിന്നീട് റിഗ്രറ്റ് വരണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ മലയാളത്തിന് എനിക്ക് ഫുള്ളുണ്ട്. അപ്പോൾ മലയാളം എനിക്ക് A+ ആയി. എനിക്ക് റിസൾട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് ഒരു A+, ഒരു Aയും 3 B+, ഒരു ബി മാത്സിനാണ്. പിന്നെ ഫിസിക്സ് ക്ലോസ് ടു A ആണ്. ഒരു മാർക്കിന് എനിക്ക് A പോയതാണ്, B+ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ മാത്സിന് എനിക്ക് B ആണ്, B+ലേക്ക് ഒരു മാർക്കിനാണ് പോയത്. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. കെമിസ്ട്രിയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കെമിസ്ട്രിയും ഫിസിക്സും ഞാൻ എക്സ്പെക്ട് ചെയ്തത്. എനിക്കൊരു പകുതി കൂടുതലെങ്കിലും വേണമെന്നുണ്ട്. കാരണം പകുതിയിൽ കുറവായിരുന്നു എനിക്ക് +1 ഈ സബ്ജക്റ്റിലൊക്കെ. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ബയോളജിയിൽ ഹെൽപ്പ് ചെയ്ത് എനിക്ക് ഈ ഒരു ബോർഡർ ലൈനിലാണ് ഞാൻ എഴുതി നിൽക്കണം. ഗ്രേഡിങ് സെക്ഷനിൽ A സ്റ്റാർട്ട് ചെയ്യുന്നത് 160 എന്നാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് 160 തന്നെയാണ് ബയോളജിക്കും. അതിലോട്ട് എത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ്. എനിക്ക് 25 ആ റേഞ്ചിൽ നിന്ന് എനിക്ക് 30 സംതിങ്ങിലോട്ട് 6 മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് ഈ സബ്ജക്റ്റും കൂടി. പോരാത്തതിന് ഞാൻ ക്ലോസ് ടു 50 ഞാൻ +2 എത്തിച്ചതുകൊണ്ട് എനിക്കത് A ഗ്രേഡായിട്ട് മാറിയതാണ്. അല്ലെങ്കിൽ ആ A ഗ്രേഡ് അവിടെ പോകും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതാണ് 2 A+ അല്ലെങ്കിൽ ഒരു A. എനിക്ക് ഇംഗ്ലീഷിന് അത്ര ഞാൻ +1 അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഒരു A എങ്കിലും ഞാൻ ഇംഗ്ലീഷിന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ മേ ബി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ അത് പോയി. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഒരു A+, ഒരു A, പിന്നെ ബാക്കി ഫുള്ള് B+ അതായിരുന്നു. പക്ഷേ ബയോളജി എൻ്റെ ഇതൊക്കെ എല്ലാം മാറ്റി. എനിക്ക് A കിട്ടിയപ്പോഴേക്ക് ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്തില്ലല്ലോ. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ബയോളജീൻ്റെ റിസൾട്ട് വന്നപ്പോൾ. മേ ബി അത് ഇമ്പ്രൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്തതുകൊണ്ടായിരിക്കാം. CE മാർക്കും പ്രാക്ടിക്കലിൻ്റെ മാർക്കും എനിക്ക് എല്ലാം ഫുള്ളുണ്ട്. ഞാൻ പേടിച്ചത് എന്താണെന്ന് വെച്ചാൽ ബയോളജി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സുവോളജിയിൽ ഒരു 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റിനും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ പ്രാക്ടിക്കൽസ് അങ്ങനെ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട്. എൻ്റെ മാർക്സിനെ പറ്റി, എൻ്റെ എക്സ്പെക്റ്റേഷനെ പറ്റി എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മാർക്ക്? ഐം എ ആവറേജ് സ്റ്റുഡൻറ്റ്. എനിക്കിത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് കൂടി അറിഞ്ഞൂടാ. സോ ഐ ഡോണ്ട് ഹാവ് എ വിഷൻ. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. കൺഫ്യൂസ്ഡ് ആണ് എല്ലാവരെയും പോലെ, നിങ്ങളെല്ലാവരെയും പോലെ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്.
എന്ത് കോഴ്സ് എടുക്കണം, അഥവാ ഈ ഒരു മാർക്കിന് കോഴ്സ്. ഞാനൊരു എൻട്രൻസ് എക്സാം എഴുതിയിട്ടില്ല, അപ്പോൾ അതിൻ്റേതായ ഒരു എഴുതിയാലും കിട്ടാൻ പോള. ലൈക്ക് ഞാൻ ഈ മാർക്ക് വെച്ചിട്ട് അത്രയും പേരുന്ന എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഞാൻ എങ്ങനെ ക്രാക്ക് ചെയ്യും, ഇത്രയും പ്രിപ്പറേഷൻ ഇല്ലാണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഞാൻ താഴ്ത്തിക്കെട്ടുന്നല്ല, ബട്ട് പ്രിപ്പറേഷൻ ഇല്ലാണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ആ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ കിട്ടും, അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ കുഴപ്പമില്ല. ബട്ട് സംഭവം നമ്മളിവിടെ എത്തി. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ഗൈസ്.